അക്കോമഡേഷൻ. അതായത് നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്ത് അക്കോമഡേഷൻ നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഈ കാണുന്ന ഫോട്ടോസ് ഒക്കെ ശരിക്കും ഉള്ള അക്കോമഡേഷൻ്റെ തന്നെയാണോ? ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ അവിടെ? എനിക്ക് വേണ്ടി ഇത് ആരെങ്കിലും ഒന്ന് പോയി നോക്കി കൺഫേം ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു. പരിചയമുള്ളവർ ആരും ഈ പ്രദേശത്തെങ്ങും അടുത്തില്ലല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് യു കെയിൽ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്നിട്ടൊരു അക്കോമഡേഷൻ ഇവിടെ ശരിയാക്കുന്നതെന്ന്. അതിനുള്ള ഒരു ആൻസറും കൂടിയാണ് ഈ വീഡിയോ. ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പം ഏത് സിറ്റിയിലേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, ഏത് രാജ്യത്തേക്ക്, ഈവൻ യു കെ തന്നെ ആവണമെന്നില്ല, നിങ്ങൾ അയർലൻഡിലേക്കോ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തേക്കോ യു എസിൽ, കാനഡയിൽ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, നിങ്ങൾ എങ്ങോട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പം വേരിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് അക്കോമഡേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എൻക്വയറി ചെയ്യുക. അത് നിങ്ങൾ ഒരു ഹിഡൻ ചാർജോ എക്സ്ട്രാ കോസ്റ്റോ പേ ചെയ്യേണ്ടി വരുന്നില്ല. ഭയങ്കര ഹസൽ ഫ്രീ ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് സ്റ്റുഡൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട്, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ക്യാമ്പസിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് ആണ് ആംബർ സ്റ്റുഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നത്. അതിൽ കാണിച്ചിരിക്കുന്ന റെന്റ് എല്ലാ ബിൽസും ഇൻക്ലൂഡഡ് ആണെന്നുള്ളതും, മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊന്ന് പഠിക്കുന്നത് വരെയെങ്കിലും നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ മറ്റൊരാളുടെ പുറകെ പോകണ്ട. ജസ്റ്റ് വീട്ടിലിരുന്ന് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ സെറ്റാക്കി തരാൻ ഒരു ടീം അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതും ഒരു നല്ല കാര്യമല്ല. ഞാൻ യു കെയിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്നിട്ട് യു കെയിൽ ഒരു അക്കോമഡേഷൻ തപ്പുന്ന സമയത്ത് ശരിക്കും ഐ വാസ് ക്ലൂലെസ്. ഏജൻസിയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് അക്കോമഡേഷൻ ശരിയാക്കുന്നതിന് യാതൊരു ഹെൽപ്പും കിട്ടിയിട്ടില്ല. നിങ്ങൾ സ്റ്റുഡൻറ് വിസയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവർക്കൊക്കെ മെസ്സേജ് അയച്ച് അവരോട് ഈ സ്ഥലം ഒന്ന് പോയി നോക്കൂ, ഈ റൂം ഒന്ന് പോയി നോക്കൂ, ഇത് ഉള്ളതാണോ എന്ന്. ഈ ആഡ് ഞാൻ കണ്ടിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി. അവരെന്നോടൊരു ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് പ്ലേസ് ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവരെന്നോട് വരുന്നതിന് മുമ്പ് റൂം റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മന്ത് റെന്റ് പേ ചെയ്യാൻ പറയുന്നുണ്ട് ഓൺലൈനായിട്ട്. ഇത് സ്കാം ആണോ, ഇതുള്ളതാണോ, ഇങ്ങനൊരു റൂം അവിടെ ഉണ്ടോ എന്നൊന്ന് പോയി നോക്കൂ. ഇത് ചോദിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റീവ്സിൻ്റെയോ പരിചയക്കാരുടെയോ എന്താണ് ഫ്രണ്ട്സിൻ്റെ തന്നെയെങ്കിലും കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും നിങ്ങൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ യു കെയിൽ ഒരു അക്കോമഡേഷൻ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ യു കെയിൽ താമസിക്കുന്ന ആളുടെ ആ സമയത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടിപ്പോൾ നാട്ടിൽ നിന്ന് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഈ സ്ഥലത്ത് അക്കോമഡേഷൻ എങ്ങനെയാണ്, റെൻറ്റും കാര്യങ്ങളൊക്കെ, ഇന്ന ക്യാമ്പസ് നല്ലതാണോ, അതിനടുത്ത് അക്കോമഡേഷൻ വല്ലതും കിട്ടുമോ, ചേച്ചിക്ക് എന്തെങ്കിലും ശരിയാക്കി തരാൻ പറ്റുമായിരിക്കുമോ, ആരെങ്കിലും പരിചയക്കാരുണ്ടോ? ഓണസ്റ്റ്ലി എനിക്ക് ഒന്നാമത്തെ കാര്യം പകുതി മെസ്സേജിനും റിപ്ലൈ ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇനി ഞാൻ കാണുന്ന മെസ്സേജസിന് ഞാൻ റിപ്ലൈ ചെയ്താൽ പോലും എനിക്ക് അവർ പറയുന്ന എല്ലാ സ്ഥലത്തെക്കുറിച്ചും യാതൊരു ഐഡിയ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റാറ്റസോ സ്റ്റോറിയോ പോസ്റ്റോ ഇട്ടാൽ കൂടിപ്പോയാൽ 1 2 3 പേര് എനിക്ക് തിരിച്ച് റിപ്ലൈ തരുമായിരിക്കും ഞാൻ ഇന്ന സ്ഥലത്താണെന്ന്. അതല്ലാതെ എല്ലാവരും അവരവരുടെ ജോലികളിൽ, അവരവരുടെ ജീവിത തിരക്കുകളിൽ, അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ബിസിയാണ്. അവർക്കിപ്പോൾ നമുക്ക് അക്കോമഡേഷൻ നോക്കി അവർക്ക് പോകാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് അക്കോമഡേഷൻ നോക്കുന്ന സമയത്തുണ്ട്. ഇപ്പോൾ യു കെയിലേക്ക് 2024 ജനുവരി അപേക്ഷിച്ച് 2025 ജനുവരി ഇൻടേക്കിൽ 13% സ്റ്റുഡൻസിൻ്റെ ഇൻക്രീസ് ആണ് ഇൻടേക്കിൽ കാണിച്ചിരിക്കുന്നത്. അതായത് യു കെയിലെ നിയമങ്ങൾ എത്രത്തോളം കർശനമാക്കിയെന്ന് പറഞ്ഞാലും കഴിഞ്ഞ വർഷം ജനുവരിയിൽ വന്നതിനേക്കാളും 13% കൂടുതൽ കുട്ടികൾ ഈ വർഷം ജനുവരി ഇൻടേക്കിൽ യു കെയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനൊക്കെ അക്കോമഡേഷൻ നാട്ടിൽ നിന്നേ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടാസ്ക് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വെരിഫൈഡ് അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും ഹെൽപ്പിന് ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ അക്കോമഡേഷൻ ശരിയാക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പം സ്റ്റുഡൻറ് വിസയിലൊക്കെ വരുമ്പോൾ എല്ലാം നുള്ളി പെറുക്കി ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് വീട്ടുകാർക്ക് തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം തന്നൊക്കെ ആയിരിക്കും അവർ നമ്മളെ പറഞ്ഞു വിടുന്നത്. ആ സമയത്ത് നമുക്കൊരു സ്കാമിൽ പോയി പെടാനോ അല്ലെങ്കിൽ ഒരാളുടെ പറ്റിക്കലിൽ പോയി പെട്ടിട്ട് കാശ് പോയല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് യു കെയിൽ വന്നിട്ട് എയർപോർട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ യു കെയിൽ വന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്തതിനെക്കുറിച്ച്, അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ. ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ചെന്ന് കയറുന്ന റൂമിൻ്റെ അവസ്ഥ കണ്ടിട്ട് തിരിച്ച് പെട്ടിയ സാധനങ്ങളും കൊണ്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ റോഡിൽ നിൽക്കുന്ന ഒരവസ്ഥ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ദൈവം, ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടല്ലോ ഇവിടെ. എന്തിന് കുറേ പേർക്ക് ഓൾറെഡി കാശ് അടച്ചതിന് ശേഷം വീട്ടിൽ ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ പിന്നെ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല.
അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്കാംസ്, ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട് യു കെയിൽ, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ബിക്കോസ് നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇവിടെ എങ്ങനെയാണ് അക്കോമഡേഷൻ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ, അവർക്ക് വരുമ്പോൾ കയറിച്ചില്ല ഒരു സ്ഥലം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ നേരിട്ട് കാണുക പോലും ചെയ്യാതെയാണ് പകുതി പേരും കാശ് കൊടുക്കുന്നത്. നമ്മളിവിടെ സാധാരണ ഒരു വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൗസ് ഓണറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏജൻസി ത്രൂ എടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഏജന്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലാൻഡ് ലോഡിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വീടെടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഏജൻസി വഴി സ്റ്റുഡൻസിന് വരുമ്പോൾ തന്നെ ഒരു വീടെടുക്കുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടുത്തെ ജോബ് കോൺട്രാക്റ്റ് വേണം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കണം, നിങ്ങളുടെ പേ സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ ID വെരിഫിക്കേഷൻ, നിങ്ങളുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത് നിങ്ങൾ മന്ത്ലി കൊടുക്കുന്ന റെന്റിന്റെ 30 ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടർ വരെ നിങ്ങൾ കൊടുക്കണം. ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടർ എന്ന് പറയുന്നത് UK ഓൾറെഡി ഉള്ളൊരു ഹോം ഓണർ ആകണം എന്ന് വരെ ചില ഏജൻസികൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഏജൻസി വഴി ഒരു വീടെടുത്ത് ഇവിടെ വരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പോസിബിൾ ആണോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏജൻസി വഴി വീടെടുക്കുന്നതാണ് ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏജൻസിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരും. അത് എക്സ്ട്രാ കോസ്റ്റ് വരുന്ന കാര്യമാണെങ്കിൽ അവർ പറയും എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ചെയ്യും. ഞാനിപ്പോൾ ഈ താമസിക്കുന്ന വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാനൊരു ഏജൻസി വഴിയാണ് ഈ വീടെടുത്തത്. ഇവിടെ കയറിയതിന് ശേഷം എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഏജൻസിയിൽ വിളിച്ച് അറിയിച്ചപ്പോൾ അവർ വന്ന് ഫ്രീ ആയിട്ട് അത് ചെയ്തു തന്നിട്ട് പോയിട്ടുണ്ട്, കംപ്ലയിൻറ്റ്സ്. അപ്പോൾ എനിക്ക് ഓൾറെഡി വീട് എടുത്തിരിക്കുന്ന ഏജൻസിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇതിന് മുൻപ് എടുത്ത വീടും ഏജൻസി വഴിയായിരുന്നു, അതും ഞാൻ ഹാപ്പി ആയിരുന്നു. നമ്മൾ എങ്ങനെയാണോ ആ വീട് നമുക്ക് തന്നത് തിരിച്ചു കൊടുത്തപ്പോൾ അതുപോലെ വൃത്തിയാക്കി നമ്മളത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് £1 പോലും പിടിക്കാണ്ട് അവരെനിക്കത് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. UK നമ്മൾ റെന്റിനൊരു വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഭയങ്കര വലിയൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നല്ലൊരു വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്കുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് സാലറി കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏജൻസി വഴി വീടെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഏത് പർട്ടിക്കുലർ പോസ്റ്റ് കോഡിലേക്കാണോ നിങ്ങൾ വീട് നോക്കുന്നത് ആ പോസ്റ്റ് കോഡ് കൊടുക്കുക, സെർച്ച് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വരും. അതിനകത്ത് ഫോട്ടോസ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ബിൽസ് എങ്ങനെയാണെന്നുള്ളതും പാർക്കിംഗ് അവൈലബിൾ ആണോ എന്നുള്ളതും, റെന്റ് എങ്ങനെയാണ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എങ്ങനെയാണ്, ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ്, ഏത് സ്ട്രീറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള മാപ്പ് ഉൾപ്പെടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. കൗൺസിൽ ടാക്സ് ഏത് ബാൻഡിലാണ് വരുന്നത്, എനർജി കൺസപ്ഷൻ ഏത് ബാൻഡാണ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. സ്ട്രീറ്റ് വ്യൂവിൽ കയറിയിട്ട് ആ വീട് നിൽക്കുന്ന സ്ഥലവും ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് ഈ പറയുന്ന പോസ്റ്റ് കോഡിൽ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള വീടുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് ഏജൻസിയിൽ കോൺടാക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് ഒരു വ്യൂയിങ് അപ്പോയിൻമെന്റ് എടുത്ത് ആ ദിവസം പോയി ആ വ്യൂയിങ് ചെയ്ത് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന സമയത്താണ് അവർ നിങ്ങളോട് ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് പേ ചെയ്യാൻ പറയുന്നത്, വീട് റിസർവ് ചെയ്യാൻ വേണ്ടി. യൂഷ്വലി ഇവിടെയുള്ള ഏജൻസികൾ എടുക്കുന്നത് 1 വീക്ക് റെന്റ് ആണ് ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട്. നിങ്ങളുടെയും നിങ്ങളുടെ ലാൻഡ് ലോഡിന്റെയും ഇടയ്ക്കുള്ളൊരു മീഡിയേറ്റർ ആണ് ഈ ഏജൻസി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വേരിഫൈഡ് ആയിട്ടുള്ള, ജെന്യുവിൻ ആയിട്ടുള്ള, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വഴിയാണ് റെന്റിനാണെങ്കിൽ പോലും വീടെടുക്കേണ്ടത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ബിക്കോസ് അവർക്ക് ഈ ഏജൻസി വഴി വീടെടുക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യമാണ്, അതൊന്നും നമുക്ക് കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഏജൻസി വഴി വീടെടുക്കുന്നത് സാധാരണ ഒരു വീട് റെന്റിന് എടുക്കുന്നത് പോലെ തന്നെയേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു 3 ആഴ്ച, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 1 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലും ഒക്കെ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കേട്ടതും കണ്ടതും വെച്ചിട്ട് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ ഒക്കെ അയയ്ക്കുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരയ്ക്കും. ബൈ ബൈ.